ഉണ്ണി ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് ലോകപ്രശസ്ത സാഹിത്യകാരനായ പൗലോ കൊയ്ലോയുടെ പ്രശസ്തമായ ഒരു ക്രിസ്മസ് കഥ ഒറ്റച്ചെരുപ്പിട്ട കുട്ടി നിങ്ങൾക്കുമായി പങ്കുവയ്ക്കുകയാണ്. തെക്കൻ ബ്രസീലിലെ ഒരു ഗ്രാമത്തിൽ കേവലം 7 വയസ്സ് മാത്രം പ്രായമുള്ള ഹോസെ എന്നൊരു ബാലനുണ്ടായിരുന്നു. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവനെ അമ്മായിയാണ് വളർത്തിയത്. ആ സ്ത്രീ കരുണയില്ലാതെയാണ് അവനോട് പലപ്പോഴും പെരുമാറിയത്. ഒരു ക്രിസ്മസ് ദിവസം വിലയേറിയ വസ്ത്രങ്ങൾ ധരിച്ച് അണിഞ്ഞൊരുങ്ങി കുട്ടികളെല്ലാവരും ദേവാലയത്തിലെത്തിയപ്പോൾ ഹൊസെ മാത്രം അവിടെ എത്തിയത് കീറിപ്പറിഞ്ഞ കുപ്പായവും തേഞ്ഞു തീർന്ന പാദരക്ഷകളുമായിട്ടാണ്. കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കി ചിരിച്ചു. മനം നൊന്ത ഹൊസെ തേങ്ങിക്കരഞ്ഞു. പിന്നീട് തല ഉയർത്തി നോക്കിയപ്പോൾ ഹൊസെ കണ്ടത് തന്നെപ്പോലെ കീറിപ്പറഞ്ഞ വേഷവുമായി നിൽക്കുന്ന വേറൊരു കുട്ടിയെയാണ്. കഷ്ടം, അവൻ തന്നേക്കാൾ ദയനീയനാണ്. കാലിൽ ഒരു ചെരുപ്പ് പോലുമില്ല, ഹൊസെ മനസ്സിലോർത്തു. പെട്ടെന്ന് അവൻ എല്ലാം മറന്ന് തൻ്റെ കാലിൽ കിടന്ന ഒരു ചെരുപ്പൂരി ആ കുട്ടിക്ക് നൽകി. ഒരു ചെരുപ്പില്ലാതെ വീട്ടിലെത്തിയ അവനെ അമ്മായി നിഷ്കരുണം ശാസിച്ചു. അതും കൂടി കേട്ടപ്പോൾ അവൻ്റെ ദുഃഖത്തിന് അതിരില്ലാതായി. അപ്പോഴാണ് നാടാകെ ആ വാർത്ത പരന്നത്. സ്ഥലത്തെ വൈദികൻ പള്ളിയങ്കണത്തിൽ വെച്ച് ഉണ്ണിയേശുവിനെ കണ്ടുമുട്ടിയിരിക്കുന്നു. കാലിൽ ഒരു ചെരുപ്പ് മാത്രം. അത് ഹൊസെ എന്ന അനാഥ ബാലൻ തനിക്ക് സമ്മാനിച്ചതാണെന്ന് ഉണ്ണിയേശു പറഞ്ഞു. പാവപ്പെട്ടവൻ്റെ ഒറ്റച്ചെരുപ്പ് തന്നെ ഏറ്റുവാങ്ങുവാൻ സന്മനസ്സു കാണിച്ച യേശു ഹൊസയെ ആശ്വസിപ്പിക്കാൻ അവനെ പോലെ ആയിത്തീരുകയായിരുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 40-ാം തിരുവചനം നാം ഇങ്ങനെ കാണുന്നുണ്ട്: എൻ്റെ ഏറ്റവും ഇളയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റിലും നാം ആയിരിക്കുന്ന ഇടങ്ങളിലും ഒത്തിരിയേറെ മനുഷ്യർ ഇതുപോലെ പാവപ്പെട്ട അവസ്ഥയിൽ കഴിയുന്നുണ്ട്. സമ്പാദ്യം മാത്രമല്ല, ഹൃദയങ്ങളിൽ ഒത്തിരിയേറെ ഇല്ലായ്മകൾ അനുഭവിക്കുന്നവരുണ്ട്. സ്നേഹം ആഗ്രഹിക്കുന്നവരുണ്ട്. നാം ക്ഷമ നൽകേണ്ടവരുണ്ട്. നമ്മുടെ ഔദാര്യം ആഗ്രഹിക്കുന്നവരും ഏറെയാണ്. എല്ലാവരിലേക്കും കടന്നു ചെല്ലാൻ, നമുക്കുള്ളവ പങ്കുവയ്ക്കാൻ, നന്മയുടെ വക്താക്കളാകാൻ നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കില്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, മറ്റുള്ളവരെ അറിയാനും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകാനും എനിക്കുള്ളവയിൽ നിന്ന് പങ്കുവയ്ക്കാനും എന്നെ പഠിപ്പിക്കണമേ.